ഗായ്സ്, അപ്പോൾ ഇന്ന് അമ്മമ്മയുടെ വീട്ടിൽ കാളവേലയും പൂരമൊക്കെയാണ് കേട്ടോ നാളെ. അപ്പോൾ എന്തായാലും ഞങ്ങളിന്ന് നേരെ അമ്മമ്മയുടെ വീട്ടിലേക്ക് വിട്ടു കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ അവിടെ എത്തി വന്ന് കയറി നമ്മൾ ചായ കുടിക്കാനായിട്ടിരുന്നു കേട്ടോ. നമ്മുടെ അവിടെ നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ, പക്ഷെ അമ്മമ്മയുടെ വീട്ടിൽ മഴയില്ല. എന്നിട്ട് അങ്ങനെ ഞാനും അമ്മയും നനഞ്ഞിട്ട് വന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വേഗം എന്താ പറയുക ചായയൊക്കെ കുടിച്ച് പിന്നെ നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റിയിരുന്നു. അപ്പോൾ തന്നെ അമ്മച്ചൻ വന്നു കേട്ടോ. അമ്മച്ചൻ പാലും മുട്ടയും ചിക്കനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് സ്പെഷ്യൽ ചിക്കനാട്ടോ. അങ്ങനെ അമ്മമ്മ അതൊക്കെ ഇതൊക്കെ വാങ്ങിക്കൊണ്ടേ വെച്ചു കേട്ടോ. ഞങ്ങൾ സെക്കൻഡ് ആയിട്ടോ വന്നത്. മേം ആദ്യം വന്നു. മേം ഇന്നും നേരത്തെ വരും കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതാ ചിക്കനൊക്കെ റെഡിയാക്കി. പിന്നെ ഞങ്ങളുടെ വക കേട്ടോ ഇന്നത്തെ എന്താ പറയുക കട്ടിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ തക്കാളിയൊക്കെ എടുത്ത് അത് കഴുകി വൃത്തിയാക്കി അരിയാൻ വേണ്ടി പോവാം കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ ഉള്ളി അരിഞ്ഞു കേട്ടോ ഇരുന്നിട്ട് എല്ലാ പ്രാവശ്യം കേട്ടോ. മേമ ഉള്ളി അരിയാൻ വേണ്ടി ഇരുന്നതാട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ചെയ്യാനായിട്ട് ഞാനങ്ങനെ ഏറ്റെടുത്തു. അരിഞ്ഞ് അവസാനം ഞാൻ ഇരുന്നിട്ട് കരഞ്ഞു കേട്ടോ. അതൊരു നീറ്റിലായിരുന്നു കേട്ടോ ഉള്ളിക്ക്. ഞങ്ങളിതാ ഇഞ്ചി അതും ഇതൊക്കെ ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് ഇന്ന് കാളവേലയാണ്. കാളവേലയ്ക്ക് നമ്മളിതാ രാത്രി ആട്ടോ പോവുക. അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു വീഡിയോ ലൈവും ഒക്കെ ഞാൻ എന്തായാലും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാം കേട്ടോ. അങ്ങനെ നമ്മൾ ഉള്ളി കരിഞ്ഞതിന് ശേഷം അവസാനം അത് എൻ്റെ കണ്ണൊക്കെ ആകെ ചൊക്കച്ചെന്നനായിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മൾ അപ്പുറത്തേക്ക് പോയിട്ടോ. അപ്പുറത്തേക്ക് പോയപ്പോൾ അമ്മച്ചന്മാരെല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ അവരോടൊക്കെ കുറേ നേരം വർത്താനം പറഞ്ഞിരുന്നു കേട്ടോ. കണ്ട സന്തോഷത്തിൽ ഭയങ്കര എന്താ പറയുക ചിരിയും കളിയൊക്കെ ആയിരുന്നു കേട്ടോ. നമ്മൾ 3 വീടാണ് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ട്. അപ്പോൾ അവിടെ ഒക്കെ പോയി എന്താ എൻ്റെ അമ്മയും കുട്ടിച്ചനൊക്കെ പിന്നെ എൻ്റെ അമ്മച്ചൻ്റെ അമ്മയും കൂടിയിട്ട് ഫ്രിഡ്ജിൽ കേട്ടോ 1 മാസം മുന്നേ കണ്ടത് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ഐസായിട്ട് ഇരിക്കുക. എന്നിട്ട് ഞങ്ങളത് എന്താ പറയാ എടുത്തു നോക്കുമ്പോൾ നല്ല ഐസായിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മച്ച അത് മടാൾ വെച്ചിട്ടാട്ടോ കത്തിയിട്ട് മുറിച്ചിട്ടൊന്നും അത് എന്താ പറയാ ഓപ്പൺ ആവുണ്ടായിരുന്നു. മടാൾ വെച്ച് തുറന്നു കേട്ടോ. ആകെ മൊത്തം നല്ല ഐസായിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഞങ്ങൾ അതിനെങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. അവസാനം അതിന്റെ തൊലിയും കാര്യങ്ങളൊക്കെ നല്ലപോലെ പോരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവര് പറയാം ആ തൊലിയും നല്ലത് ഐസും കട്ടയും നോക്കുമ്പോ ശരിക്കും തൊലി തന്നെ കേട്ടോ. അങ്ങനെ അവരൊക്കെ സമ്മതിക്കണം കേട്ടോ. ഇത്രയും മാസം ഈ ഫ്രിഡ്ജിന്റെ ഉള്ളിൽ ഈ തണ്ണിമത്തനെ വെച്ചപ്പോൾ നല്ല ഫ്രീസ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വാലിട്ടോ ഭയങ്കര പുളിയായിരുന്നു. കേടൊന്നും കേട്ടോ എനിക്ക് തോന്നിയത്. നമ്മൾ അതൊക്കെ കഴിച്ച് നമ്മൾ ടി വി ആണ് ഇരിക്കുമ്പോഴാട്ടോ എൻ്റെ അടുത്ത മേമ വന്നത്. അപ്പം മേമയും മക്കളെല്ലാവരും കൂടി വന്നു കേട്ടോ. അപ്പോൾ മേമേന്ന് വീഡിയോ എടുക്കാൻ ഞാൻ അങ്ങോട്ട് മറന്നു കേട്ടോ. എന്നുവെച്ചാൽ അവർ വന്നപ്പോൾ ഞാൻ ഫോൺ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വന്നപ്പോൾ ഞാൻ കണ്ടത് ഓടിച്ചെന്ന് അങ്ങോട്ട് വർത്താനം പറഞ്ഞു കേട്ടോ. അപ്പോൾ അവരെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവരൊക്കെ എല്ലാ വീഡിയോസിലും ഞാൻ ഉൾപ്പെടുത്താറുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.